അപ്പം ക്ലോക്കിൻ്റെ സൂചിയുള്ള ചലനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് അലാമിൻ്റെ ഒരു ബട്ടൺ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കതിന് വീണ്ടും അപ്ലോഡ് സ്പ്രൈറ്റ് എന്നുള്ള എടുത്തിട്ട് അതിനകത്ത് അലാം ബട്ടൺ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വലുപ്പമൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടതുണ്ട്. നമുക്കൊരു സൈസ് ഒരു 40 ആക്കി കൊടുക്കാം. ഓക്കെ, അത് എത്രയാണെന്ന് വെച്ചാൽ അത് നോക്കി കണ്ടുപിടിച്ച് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ ഒരു 40 കൊടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തു. ഇനിയും നമുക്ക് വേണ്ടത് അലാമിൻ്റെ ടൈം സെറ്റ് ചെയ്യാന്നുള്ളൂ. ഇപ്പോൾ 5 മണിക്കാണ് അലാറം വെക്കേണ്ടെങ്കിൽ 5:05ക്കാണ് അലാറം വെക്കേണ്ടെങ്കിൽ 5 എന്നുള്ള മണിക്കൂർ കൊടുക്കണം. അതിനോടൊപ്പം തന്നെ എത്ര മിനിറ്റ് എന്നുള്ള കാര്യം കൂടെ കൊടുക്കണം. ഇപ്പോൾ 5:05ക്കാണ് അലാറം വെക്കുന്നത്. അപ്പോൾ 10 മണി ഉച്ച കഴിഞ്ഞാൽ 5 മണിക്കാണ് അല്ലെങ്കിൽ 7 മണിക്കാണ് വെക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് 24 മണിക്കൂർ ക്ലോക്കിനനുസരിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 12, 19, 7 മണിയാണെങ്കിൽ 19:30 എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇത് ചോദിക്കേണ്ടത്? അലാം ബട്ടൺ പ്രസ് ചെയ്യുമ്പം ചോദിച്ചാൽ മതി. അലാം ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അലാം സമയം സെറ്റ് ചെയ്യാനായിട്ട് നമ്മളോട് ചോദിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അലാം ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഇവൻസിനകത്തുനിന്ന് ഇവിടെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. വെൻ ഫ്ലാഗ് ക്ലിക്ഡ് ആണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. രണ്ടാമത് വെൻ സ്പേസ് കീ പ്രസ്ഡ് എന്നുള്ളത് ഏത് കീ വേണമെങ്കിലും നമുക്ക് കീബോർഡിലെ ഏത് കീ ആണ് വേണ്ടത് അത് പ്രസ് ചെയ്യുമ്പോൾ വേണം തുടങ്ങേണ്ടതെന്നൊക്കെയാണ് അവിടെ പറയുന്നത്. അടുത്തതുകൊണ്ട് വെൻ ദിസ് സ്പ്രൈറ്റ് ക്ലിക്ഡ്, ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പം തുടങ്ങണം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഈ സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇനി കാര്യം നടക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ് വേണ്ടത്? സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ അലാം എന്നുള്ള സ്പ്രൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചോദിക്കേണ്ടത്? നമ്മൾ ചോദിക്കുന്നത് എത്ര മണിക്കാണ് അലാം വെക്കേണ്ടത്. ഓക്കെ, 4 മണിക്കാണെങ്കിൽ 4 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇതിലേക്കൊരു വാല്യൂ ഇൻപുട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വാല്യൂ ഇതിലേക്ക് നമുക്ക് ഒരു എൻ്റർ, ഇപ്പം നെയിം ചോദിക്കുകയാണെങ്കിൽ നെയിം എൻ്റർ ചെയ്യാൻ സാധിക്കണം. ഇവിടെ നമുക്ക് സമയമാണ് വേണ്ടത്. സമയം എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കണം. നമുക്കൊരു ഇത് ഉപയോഗിക്കുന്ന യൂസറിന് ആ വാല്യൂ അതിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ സെൻസിങ്ങിനകത്ത് ഒരു ബ്ലോക്കുണ്ട്. ആസ്ക് ചെയ്യുക, നമ്മൾ ചോദിക്കുക. ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നു. പക്ഷേ വാട്ട് ഈസ് യുവർ നെയിം എന്നല്ല വേണ്ടത്. നമുക്കിവിടെ എന്ത് പറയണം? നമ്മൾ ആ യൂസറിനോട് പറയണം എൻ്റർ അവർ ഇൻ 24 hour ഫോമാറ്റ് എന്നോട് വേണം. 24 hour ഫോമാറ്റാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് വൈകിട്ട് 7 മണി അല്ലെ വൈകിട്ട് 10 മണിയാകുമ്പം 22 എന്ന് നമുക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് വേണ്ടത്. ശരി, എൻ്റർ അവർ ഇൻ 24 hour ഫോമാറ്റ്. ഇങ്ങനെ നമ്മളൊരു ഇങ്ങനൊരു നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞാനാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ചോദ്യം വരും, എൻ്റർ അവർ ഇൻ 24 hour ഫോമാറ്റ്. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യും. അപ്പോൾ 5 മണിക്ക് വെക്കണമെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്യും. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന വാല്യൂ, ഇപ്പോൾ 5 എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? അത് നമ്മുടെ മെമ്മറിയിൽ ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ അതിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. കുറച്ച് സമയത്തേക്ക് അത് പ്രവർത്തിക്കുന്നവരെ അതിനൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ നമുക്കറിയാം പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന എൻറ്റിറ്റിയാണ് ഇത് വേരിയബിൾസ് എന്ന് പറയുന്നത്. ആ വേരിയബിളിലേക്കാണ് ഇത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, പൈത്തൺ നമ്മൾ പഠിപ്പിച്ചപ്പം പൈത്തൺ 9ാം ക്ലാസ് പഠിച്ചില്ലല്ലോ, 10ാം ക്ലാസ്സിലാണല്ലേ. ശരി, ഓക്കെ, കുഴപ്പമില്ല. അപ്പം അങ്ങനെയുള്ള വേരിയബിളിലേക്കാണ് ഈ കിട്ടുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ അതിനൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ വേരിയബിൾസിനകത്തു നിന്ന് ഒരു പുതിയൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മേക്ക് എ വേരിയബിൾ എന്നുള്ള സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് മണിക്കൂറാണ് സേവ് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അവർ എന്നുള്ളൊരു പേരിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്കിപ്പോൾ നമ്പറാണ്. ഒരു പേരായിരുന്നെങ്കിൽ നമ്മൾ സ്ട്രിങ് എന്നുള്ള എടുത്തേനെ. ഇപ്പോൾ നമുക്ക് ന്യൂമറിക്കൽ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്പർ ഡേറ്റ ടൈപ്പാണ് ന്യൂമറിക്കൽ. അതുപോലെ തന്നെ ഇതെല്ലാം സ്പ്രൈറ്റിന് ബാധകം ആയതുകൊണ്ട് തന്നെ അത് ഫോർ ഓൾ സ്പ്രൈറ്റ് കൊടുത്താൽ എല്ലാത്തിനും ബാധകമാണ്. ഫോർ ദിസ് സ്പ്രൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്പ്രൈറ്റിന് വേണ്ടി മാത്രം എന്ന് ഉദ്ദേശിക്കാം. ഓക്കെ, എന്തായാലും നമുക്കിപ്പോൾ ഫോർ ഓൾ സ്പ്രൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ കൊടുത്തിട്ട് അതിനെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, അവർ എന്നുള്ള വേരിയബിൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? ഈ കിട്ടുന്ന നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ വാല്യൂ, അതായത് ഇപ്പോൾ 5 മണിയാണെങ്കിൽ 5 എന്നൊരു വാല്യൂ ഈ കിട്ടുന്ന വേരിയബിളിലേക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റ് അവർ ടു
0 എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ഈ വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ ഈ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടുന്ന ഇവിടുന്ന് ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ആ ആൻസർ സെൻസിങ്ങിനകത്ത് തന്നെ കിട്ടും. ഇവിടെ ആൻസർ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ആൻസറുണ്ട്. ആ ആൻസർ ഇപ്പോൾ 5 മണിയാണെങ്കിൽ 5 എന്നായിരിക്കും എൻ്റെ ആൻസർ. ആ ആൻസർ ഇതിലേക്ക് സ്റ്റോർ ചെയ്യും, ഈ അവർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഇപ്പം 12 മണിയാണെങ്കിൽ 12 എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ. ആ ആൻസറിനെ ഈ പറയുന്ന അവർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ 22 ആണെങ്കിൽ അതെന്ത് ചെയ്യും, 22 എന്നുള്ള വാല്യൂ ഈ അവർ എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പം മണിക്കൂറിൻ്റെ കാര്യത്തിൽ റെഡിയായി. ഇനി ഈ മിനിറ്റിൻ്റെ കാര്യം, ഇപ്പം 12:30 വെക്കേണ്ടെങ്കിൽ 30 എന്നൂടെ നമുക്ക് ടൈപ്പ് ചെയ്യണം, 30 മിനിറ്റ് എന്നൂടെ നമുക്ക് ടൈപ്പ് ചെയ്യണം. അതിന് വീണ്ടും നമുക്ക് ഈ സാധനം തന്നെ എടുക്കാം. ആസ്ക് വാട്ട് ഈസ് യുവർ നെയിം എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റർ മിനിറ്റ് പിന്നെ 24 അവർ പോകാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ മിനിറ്റ് എന്ന് എടുക്കുന്നു. ഇനിയും നമുക്ക് വേണ്ടത് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളൊരു വേരിയബിൾ വേണം. വേരിയബിൾ ഇവിടെ മേക്ക് എ വേരിയബിൾ എടുക്കുന്നു. അത് നമുക്ക് മിനിറ്റ് എന്നുള്ളെടുക്കാം, ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 അവറും മിനിറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ഈ ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഒന്ന് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, റെഡി. ശരി. ഇനി നമുക്ക് നേരത്തെ അവറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെറ്റ് അവർ എന്നുള്ള മാറ്റിയിട്ട് സെറ്റ് മിനിറ്റ് എന്നുള്ളത് സെറ്റ് മിനിറ്റ് വേരിയബിളിലേക്ക് ഇപ്പം കിട്ടുന്ന ആൻസറിനെ സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പം കിട്ടിയ മിനിറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്ന 30 എൻ്റർ ചെയ്യുകയാണെങ്കിൽ ആ ആൻസറിനെ 30 എന്ന ആൻസറിനെ മിനിറ്റ് എന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച്. ഓക്കെ, ഇനിയും അലാം സെറ്റൊക്കെ ചെയ്തു. ഇനി എപ്പോഴാണ് അലാം അടിക്കേണ്ടത്, അലാം എപ്പോഴാണ് പ്ലേ ആവേണ്ടത്? എപ്പോഴാണ് പ്ലേ ആവേണ്ടത്? ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന സമയവും ക്ലോക്കിലെ സമയവും തുല്യമാകുമ്പോഴാണ് അലാം ഇത് ചെയ്യേണ്ടത്. അപ്പം ഇതായത് നമ്മളിപ്പോൾ 5 മണിക്കാണ് അലാം വെച്ചെങ്കിൽ ഈ കറണ്ട് ടൈം എന്നുള്ളത് 5 മണിയാവണം. 5:30ക്കാണ് വെച്ചതെങ്കിൽ 5 മണിയാവണം. അതോടൊപ്പം തന്നെ മിനിറ്റ് സൂചി മിനിറ്റ് എന്നുള്ളത് 30 അല്ലെങ്കിൽ 6ലേക്ക് എത്തണം, അല്ലെങ്കിൽ 30 മിനിറ്റിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ അന്നേരമാണ്, അതായത് നമ്മൾ സെറ്റ് ചെയ്ത സമയവും കറണ്ട് ടൈമും കൂടെ ഈക്വൽ ആകുന്ന സമയത്താണ് ഈ അലാം പ്ലേ ആവേണ്ടത്. അല്ലെങ്കിൽ അതുവരെ ഈ അലാം പ്ലേ ആവരുത്, അതുവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ആയോ നോക്കിക്കൊണ്ട് ഈ പറയുന്ന അലാം സെറ്റ് ചെയ്ത സമയം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അത് കറക്റ്റായോ ഈക്വലായോ എന്നുള്ളത് നോക്കി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിനു വേണ്ടി നമുക്കിവിടെ നിന്നും എന്താ വേണ്ടത്, ഈക്വലാണോ എന്ന് നോക്കണം. ശരി, അതിന് നമുക്ക് ഓപ്പറേറ്റേഴ്സ് എടുക്കാം. അതിനകത്തു നിന്ന് ഈക്വൽ ഓപ്പറേറ്റർ എടുക്കാം. ഓക്കെ, ഏതൊക്കെ തുല്യമാവേണ്ടത്? നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത അവർ, അതായത് ഇവിടെ കിട്ടിയ അവർ എന്നുള്ള വേരിയബിളിലെ സമയവും കറണ്ട് ടൈമും കൂടെ ഈക്വൽ ആവണം. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി എന്നാണ് എൻ്റർ ചെയ്തേക്കുന്നതിന് 5 മണി എന്നുള്ളതുകൊണ്ട് അവർ എന്നുള്ള വേരിയബിളിനകത്ത് നമുക്കതുകൊണ്ട് തന്നെ ആ വേരിയബിളിനെ എടുക്കാം, അവർ എന്നുള്ള വേരിയബിൾ എടുക്കാം. അവർ എന്നുള്ള വേരിയബിൾ ഏതുമായിട്ട് തുല്യമാവണം? കറണ്ട് ടൈമും കറണ്ട് അവറുമായിട്ട് തുല്യമാവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അവർ എന്ന് പറഞ്ഞാൽ കറണ്ട് അവർ ഇങ്ങനെ മാറി വന്നിട്ട് നമ്മുടെ സമയം മാറി വന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സമയമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ കറണ്ട് ടൈം നമുക്ക് എടുക്കാനറിയാം. ഇവിടെ സെൻസിങ്ങിനകത്ത് നിന്ന് കറണ്ട് ഇയർ എന്നുള്ള എടുക്കാം. ഓക്കെ, അതിനുശേഷം കറണ്ട് അവർ എന്നുള്ള എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെയാണ് രണ്ടാമത്തേത്. ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർ കിട്ടി. ഈ അവർ എന്നുള്ള വേണ്ട, ഇനി നമുക്ക് മിനിറ്റാണ് വേണ്ടത്. ഇവിടെ നിന്നും മിനിറ്റ് എന്നുള്ള വേരിയബിളിൽ എടുക്കുന്നു. അത് കറണ്ട് മിനിറ്റുമായിട്ട് യോജിക്കണം, അല്ലെങ്കിൽ ഈക്വൽ ആവണം. അപ്പോഴാണ് നമുക്ക് അലാം പ്ലേ ആവേണ്ടത്. ഓക്കെ, ശരി. അപ്പം പക്ഷേ ഇത് രണ്ടും ഞാൻ വെളിയിലിട്ടേക്കുവാണ്. ഇത് എപ്പോൾ വരെ വെയിറ്റ് ചെയ്യണം? ഓക്കെ, എപ്പോൾ വരെ വെയിറ്റ് ചെയ്യണം? അല്ലെങ്കിൽ ഇത് രണ്ടും തുല്യമാകുന്നവരെ വെയിറ്റ് ചെയ്യണം, അതുവരെ. അപ്പം കൺട്രോളിനകത്തുനിന്ന് അതുവരെ വെയിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, വെയിറ്റ് അൺടിൽ എന്നുള്ള ബ്ലോക്ക് ഉണ്ട്. അതുവരെ വെയിറ്റ് ചെയ്യണം. എപ്പോൾ വരെ? അവറും മിനിറ്റും തുല്യമാകുന്നത് വരെ. അപ്പോൾ അവറും തുല്യമാകണം, മിനിറ്റും തുല്യമാകണം, രണ്ടും തുല്യമാകണം. ഒന്ന് തുല്യമായാൽ പോരാ, രണ്ടും നമ്മൾ സെറ്റ് ചെയ്ത മണിക്കൂറും കറണ്ട് മണിക്കൂറും കൂടെ തുല്യമാവണം. സെറ്റ് ചെയ്ത മിനിറ്റും കറണ്ട് മിനിറ്റും കൂടെ
തുല്യമാവണം, രണ്ടും തുല്യമാവണം. കറണ്ട് മിനിറ്റ് മിക്കവാറും ചിലപ്പോഴൊക്കെ എന്താണ്, ഇപ്പം 30 മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാ മണിക്കൂറിനും 30 സെക്കൻഡ് ഉണ്ട്, അല്ല 30 മിനിറ്റ് ഉണ്ട്. ഇപ്പം 12:30-ക്കുണ്ട്, 1:30-ക്കുണ്ട്, 2:30-ക്കുണ്ട്, 3:30-ക്കുണ്ട്, എല്ലാം ഉണ്ട്, 5:30-ക്കും ഉണ്ട്. പക്ഷേ നമ്മൾ രണ്ടും നോക്കണം. അപ്പോൾ 5 കറണ്ട് അവർ 5 ആണെന്ന് നോക്കണം, അതോടൊപ്പം തന്നെ കറണ്ട് മിനിറ്റും 5 ആണെന്ന് നോക്കണം. രണ്ടും തുല്യമായെങ്കിൽ മാത്രമേ അലാം പ്ലേ ആവാവൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടും വേണ്ടതുകൊണ്ട് തന്നെ നമുക്കിവിടെ നിന്ന് ഓപ്പറേറ്റേഴ്സിനകത്ത് നിന്ന് ആൻഡ് എന്നുള്ള ഓപ്പറേറ്റർ എടുക്കാം. ആൻഡ് എന്നുള്ള ഓപ്പറേറ്റർ എടുക്കാം, അതിനെ നമുക്ക് ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടും വേണം, മിനിറ്റും തുല്യമാവണം, മണിക്കൂറും തുല്യമാവണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് അണ്ടിൽ എന്നുള്ളതിലേക്ക് ചേർക്കാം. അപ്പം വെയിറ്റ് അണ്ടിൽ എന്നുള്ളത് അതിലേക്ക് ചേർക്കുന്നു. ഓക്കെ, റെഡി. ഇനി ഇങ്ങനെ അലാമൊക്കെ റെഡി ആയിട്ടുണ്ട്, തുല്യമായി എന്നൊക്കെ മനസ്സിലായി. പക്ഷേ നമ്മളെ അറിയിക്കണം. ഇത് എങ്ങനെയാണ് നമ്മളെ അറിയിക്കുന്നത്? അതിന് സൗണ്ട് വന്നെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ വൈബ്രേഷൻ, അല്ലെ ക്ലോക്ക് നമ്മുടെ മൊബൈലാണെങ്കിൽ വൈബ്രേഷൻ വരണം, ദൂരെയാണെങ്കിൽ വൈബ്രേഷൻ ആണെങ്കിൽ അറിയത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടാണ് സാധാരണ നമുക്ക് അലാറത്തിന് നമ്മൾ സൗണ്ട് വെക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് സൗണ്ട്സ് എടുക്കാം. സൗണ്ട്സിനകത്ത് ഓൾറെഡി ഇതിനകത്തുള്ളൊരു സൗണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ലൈബ്രറിയിൽ നിന്ന് ചൂസ് ചെയ്ത് സൗണ്ട് എന്നുള്ള സെലക്ട് ചെയ്യാം. ഇവിടെ ഡാൻസിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സൗണ്ട് കിടപ്പുണ്ട്, ഡാൻസ് മാജിക്. ഓക്കെ, അത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്തൊക്കെ നോക്കാം, അത് വേണം. ഓക്കെ, അത് വേണമെന്നുള്ളത്, അത് വേറെ സൗണ്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഇതുപോലെ ലൈബ്രറിയിൽ തന്നെ ഇഷ്ടംപോലെ സൗണ്ടുകൾ കിടപ്പുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ നമ്മൾ ഈ സ്പ്രൈറ്റൊക്കെ ഉൾപ്പെടുത്തിയ പോലെ തന്നെ വെളിയിൽ നിന്നുള്ള ഫയലായിട്ട് ഫയലിനെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അത് വേണമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമുക്കിവിടെ ഈ സൗണ്ട് ചൂസ് ചെയ്യാം. വീണ്ടും നമുക്കിവിടെ ബ്ലോക്സിലേക്ക് പോവാം. ബ്ലോക്സിൽ ഇവിടെ നോക്കാം, ഇവിടെ നോക്കണം. സൗണ്ട് പ്ലേ ചെയ്യണം അല്ലേ, സൗണ്ട് എന്നുള്ള നിർദ്ദേശം കൊടുക്കുക. സൗണ്ട് പ്ലേ സൗണ്ട് മാജിക് എന്നുള്ളത്, ആ സൗണ്ട് മാജിക് എന്നുള്ളത് ആ സൗണ്ടിൻ്റെ പേരാണ്, ആ ഫയലിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത് ഒരു പ്രാവശ്യം സൗണ്ട് അലാമൊക്കെ റെഡി ആകുമ്പം സൗണ്ട് കേൾക്കും. ഒരു പ്രാവശ്യം കൊണ്ടൊക്കെ നമ്മൾ എണ്ണിക്കത്തില്ല, അതുകൊണ്ട് തന്നെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് അതിൻ്റെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൻസിന് അതിലെ കൺട്രോളിനകത്ത് റിപ്പീറ്റ് 10 എന്നുള്ള കോഡുണ്ട്, അത് വെക്കാം. പക്ഷേ 10 പ്രാവശ്യം ഒന്നും വേണ്ട, 2 പ്രാവശ്യമൊക്കെ വെക്കുമ്പോൾ എണ്ണിട്ടില്ലെങ്കിൽ വേണ്ട, പോട്ടെ. അത് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും സെറ്റ് ചെയ്യാം. വീണ്ടും ഓണാകുന്ന രീതിയിൽ കുറച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് സെറ്റ് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. എന്തായാലും ഇപ്പം 2 പ്രാവശ്യം ഈ സൗണ്ട് കേട്ടാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പം ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്നും വേണ്ടാന്ന് തോന്നുന്നു, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ അലാമിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം മണിക്കൂർ ചോദിക്കുന്നുണ്ട്. അപ്പം 11 കൊടുക്കാം, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അപ്പം 15 16 മിനിറ്റ് എന്ന് കൊടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. നമുക്കിനി വെയിറ്റ് ചെയ്യാം, ഇവിടം വരെ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആവുന്നുണ്ട്. ഓക്കെ, അല്ല അടിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ 2 പ്രാവശ്യം അടിച്ചു, രണ്ടാമത്തെ പ്രാവശ്യം പ്ലേ തുടങ്ങുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്യാം. ഇനിയും ഈ പറഞ്ഞ ഇത്രയും ഉള്ളൂ യഥാർത്ഥത്തിൽ ചെയ്യാനുള്ളത്. ഇനിയുള്ള മോഡിഫിക്കേഷനാണ് ഈ പറയുന്ന. ഇവിടെ അലാം പ്ലേ ആകുമ്പോൾ ഇതിന് എന്താണ് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, അതിനെ നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അതിന് നമുക്ക് വീണ്ടും ഇവിടെ നിന്നും അപ്ലോഡ് സ്പ്രൈറ്റ് കൊടുത്തിട്ട് അഡീഷണൽ ആക്ടിവിറ്റിയിലാണ് കിടക്കുന്നത് തോന്നുന്നു. ഓക്കെ, അഡീഷണൽ ആക്ടിവിറ്റിക്കകത്ത് ലെഫ്റ്റ് ബെല്ല് ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാം. അതുപോലെ നീഡിൽ ക്യാപ്പ് ഉണ്ട്, നീഡിൽ ക്യാപ്പ് നമുക്ക് കൊടുക്കാം. നടുക്ക് ഒരു അല്ലേ ഈ സൂചിയുടെ ആ പ്രശ്നം പരിഹരിക്കുന്ന സാധനം കൊടുക്കാം. ഇനി ഒരെണ്ണം കൂടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ അവർ എന്താണ് സാധനം, ആ മണി അടിക്കുന്നു ബെല്ലിൻ്റെ, അതിൻ്റെ ഇത് ചെയ്യാം. ഒരെണ്ണം ആഡ് ചെയ്യാം. അതിന് നമുക്ക് ഇവിടേക്ക് ഫിറ്റ് ചെയ്യാം. 2 സൈഡിലുണ്ട്, ഞാനിപ്പോൾ ഒരെണ്ണം ചെയ്യുന്നുള്ളൂ. ഇതിനെ മൂവ് ചെയ്യണം. മൂവ് ചെയ്യുമ്പം വേറൊരു കോസ്റ്റ്യൂം കൂടെ വേണം. അതുകൊണ്ട് തന്നെ കോസ്റ്റ്യൂമിനകത്തുനിന്ന് രണ്ടാമത്തെ അതുകൊണ്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബെൽ 2. ഓക്കെ, സൗണ്ട് കേൾക്കുന്ന സാധനം. അപ്പോൾ ഇപ്പം ബെൽ 2ലാണ് വന്നിരിക്കുന്നത്. ഇപ്പം 2 വന്നിട്ടുണ്ട്. ആദ്യം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ആദ്യത്തെ ഇതായിരിക്കണം. അതുകൊണ്ട് തന്നെ ലുക്സിനകത്ത് ആദ്യത്തെ സ്വിച്ച് കോസ്റ്റ്യൂം ടു ബെൽ 1. ഓക്കെ,
അത് ആദ്യത്തെ വന്ന് നിന്നോളും. ശരി, ഇനിയിപ്പോൾ ഇതിങ്ങനെ അനങ്ങണം. അതായത് എപ്പോഴാണ് അനങ്ങേണ്ടത്, ഇതല്ലെങ്കിൽ അത് ചലിക്കേണ്ടത് അലാം റിങ് ചെയ്യുമ്പം, അല്ലെങ്കിൽ ആ സമയം തുല്യമാകും. അലാം സമയവും നമ്മുടെ കറണ്ട് ടൈമും കൂടെ തുല്യമാകുമ്പോഴാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അലാം ബട്ടൺ തന്നെ പോകാം. അതായത് ഇവിടെ ഈ സമയം തുല്യമാകുമ്പോൾ ഇതിന് ഒരു നിർദ്ദേശം പോകണം. ഈ പറയുന്ന ചലിക്കാൻ വേണ്ടിയുള്ള ഒരു നിർദ്ദേശം പോകണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 സ്പ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നും ഒരു സന്ദേശം ഇതിലേക്ക് അയക്കണം. എങ്കിൽ മാത്രമേ അതിന് ചലിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനു വേണ്ടിയൊരു നിർദ്ദേശമുണ്ട്. അതിന് ബ്രോഡ്കാസ്റ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ബ്രോഡ്കാസ്റ്റ് എടുക്കാം. ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് എടുക്കുന്നു. ന്യൂ മെസ്സേജ് അടിക്കാം. നമുക്ക് അലാം തന്നെ എന്ന് പേര് കൊടുക്കാം. അലാം എന്ന് തന്നെ പേര് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യണം, അലാം ആയി. ആ കിട്ടിയ ബ്രോഡ്കാസ്റ്റ് ചെയ്ത ഇത് അത് റിസീവ് ചെയ്യണം. അത് നമ്മൾ ബെല്ല് റിസീവ് ചെയ്യണം. അതിനുവേണ്ടി വെൻ റിസീവ് അത് അലാം എന്നുള്ള മെസ്സേജ് റിസീവ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് കോസ്റ്റ്യൂം ആവണം, അടുത്ത കോസ്റ്റ്യൂമായി മാറണം. നെക്സ്റ്റ് കോസ്റ്റ്യൂം ഇതിവിടെ അടുത്ത കോസ്റ്റ്യൂമായി മാറണം. അതിങ്ങനെ മാറി മാറി വരണം. അതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയൊരു വെയിറ്റ് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കോസ്റ്റ്യൂം വീണ്ടും വരും. ഇപ്പോൾ ആദ്യത്തെ കോസ്റ്റ്യൂം ബെൽ 1 ആണ്. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം, ഒരു സെക്കൻഡ് ഒന്നും വേണ്ട, 0.5 മതി. ഓക്കെ, 0.5 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ബെൽ 2 എന്നുള്ള ഇത് വരും. അങ്ങനെ വരും. ഓക്കെ, പക്ഷേ അതിങ്ങനെ കുറച്ച് പ്രാവശ്യം അലാം സൗണ്ട് കേൾക്കുന്ന സമയത്തോളം ഇതും ചലിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്യണം. അത് മാറി മാറി വരുന്ന സാധനം നമുക്ക് റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് 10 എന്നുള്ള കൊടുക്കാം. പക്ഷേ ഇവിടെ 10 വേണ്ട. 10 പ്രാവശ്യം 10 അല്ല വേണ്ടത്. ഇപ്പോൾ 0.5 ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൗണ്ട് ഒരു 7 സെക്കൻഡോളം ഉണ്ട്. നമ്മൾ ഈ അലാം സൗണ്ട് കേൾക്കുന്നത് ഒരു 7 സെക്കൻഡോളം ഒരു പ്രാവശ്യം കേൾക്കും. 2 പ്രാവശ്യം ഇവിടെ കൊടുത്തേക്കും. അപ്പോൾ 14 സെക്കൻഡോളം ഇത് എന്ത് ചെയ്യും, രണ്ടും കൂടെ വരുമ്പോൾ 14 സെക്കൻഡാണ് മൊത്തത്തിൽ അതിൻ്റെ സമയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയും ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, 0.5 സെക്കൻഡാണ് ഇത് മാറുന്നതിന് സമയം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇവിടെ ഒരു 14 or 15 കൊടുത്താൽ അത്രയും സമയം അത് റിപ്പീറ്റ് ചെയ്തോളും. അന്നേരം ആ സൗണ്ട് കേൾക്കുന്നിടത്തോളം സമയം ഇതിവിടെ റിപ്പീറ്റ് ആയിക്കോളും. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് അലാം സെറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം 11:20 ആയിട്ടുണ്ട്. 11:21 കൊടുക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പം കുറച്ച് സമയം പെട്ടെന്ന് തന്നെ ആവുന്നത്. അപ്പോൾ ഇത് മൂവ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. ഓക്കെ, ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 14 പോരാ അല്ലേ? ഓക്കെ, അപ്പോൾ 14 സെക്കൻഡ് പോരാ, അതിൽ കൂടുതൽ വേണം. അപ്പോൾ 20 സെക്കൻഡോളം അത് വർക്ക് ചെയ്തിട്ടുണ്ടായെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് 20 കൊടുത്താൽ മതിയായിരിക്കും. 20 രണ്ടും കൂടെ ഒരു 20 സെക്കൻഡോളം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിക്കോളും. അല്ലെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി നോക്കി മതി. ഓക്കെ, ഇനി റൈറ്റ് സൈഡിലുള്ള ഇതും നീഡിലും അതുപോലെ തന്നെ ആഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ സ്റ്റെപ്പ് തന്നെയാണ് ഉള്ളത്. റൈറ്റ് ബെല്ല് ഓപ്പൺ ചെയ്യുന്നു, അതിനൊരു കോസ്റ്റ്യൂം കൂടെ ആഡ് ചെയ്യുന്നു. കോസ്റ്റ്യൂം ഓക്കെ, നേരത്തെ അതിന് കൊടുത്ത നിർദ്ദേശങ്ങൾക്ക് തന്നെ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ നിർദ്ദേശങ്ങൾ എടുത്തിട്ട് ബ്ലോക്ക് എടുക്കാം. അത് ഓരോന്നും ഇതിലേക്ക് വേണം. അതുകൊണ്ട് തന്നെ ഇതിനെ ക്ലിക്ക് ചെയ്തോട്ടെങ്കിൽ ഡ്രാഗ് ചെയ്താൽ ഇതായിക്കോളും. അതിലേക്ക് കൊണ്ടിടാം. രണ്ടാമത്തെ ബ്ലോക്കും നമുക്കിതിന് കൊടുക്കാം. ഇത് അവിടെ വരുമ്പോൾ അനങ്ങുന്നതാണ്. അപ്പോൾ ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, അപ്പം ഒന്നാമത്തേൻ്റെ 2 നിർദ്ദേശങ്ങളും രണ്ടാമത്തേതിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കിടക്കുന്നുള്ള പ്രശ്നമാണ്. ഓക്കെ, റെഡി. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പറയുന്ന ഈ അലാം ക്ലോക്ക് സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.